കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന ആകാംക്ഷയ്ക്ക് ഒരുപക്ഷെ ഇന്ന് വിരാമമായേക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തത് കേവലം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം മാത്രമല്ല, പൊതുജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. നിർണായക ചർച്ചകൾക്കായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ ഡൽഹിയിലാണ്. മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരൻ, K മുരളീധരൻ തുടങ്ങി ഒരു വൻനിര തന്നെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലും പാർട്ടിയിൽ അതൃപ്തി പുകയുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരെ പ്രത്യേകമായി വിളിപ്പിച്ചതിൽ VD സതീശൻ ക്യാമ്പ് കടുത്ത ആശങ്കയിലാണ്. ജനവികാരം അട്ടിമറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണോ ഇതെന്ന് ഇവർ സംശയിക്കുന്നു. ഭരണ നേതൃത്വത്തെ ചൊല്ലിയുള്ള ഈ അനിശ്ചിതത്വം സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട SSLC ഫലപ്രഖ്യാപനം പോലും ഇപ്പോൾ അവ്യക്തതയിലാണ്. ഈ വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തതിനാൽ ആര് ഫലം പ്രഖ്യാപിക്കുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. 2021-ലേതുപോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിലും തീരുമാനമായിട്ടില്ല. CBSE ഫലങ്ങൾ വന്നുകഴിഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. സർക്കാർ രൂപീകരണം വൈകുന്നത് കേവലം പരീക്ഷാ ഫലത്തെ മാത്രമല്ല ബാധിക്കുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാഠപുസ്തക വിതരണം പാതി വഴിയിലാണ്. പോലീസ് സേനയിലെയും വിദ്യാഭ്യാസ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ അനിശ്ചിതമായി നീളുന്നു. കാവൽ സർക്കാർ ഉണ്ടെങ്കിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നതോടെ ഭരണസ്തംഭനത്തിന് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ഥാനക്കയറ്റങ്ങൾ വൈകുന്നതും പദ്ധതികൾ മുടങ്ങുന്നതും സിവിൽ സർവീസിനെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കേരളം ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കാണ്. ആര് ഭരിക്കും എന്നതിനൊപ്പം എന്ന് ഭരണം തുടങ്ങുമെന്നതിനും ഉത്തരം തേടി.